ഇതാണ് നമ്മളെ സ്ഥലം. അടിപൊളി സ്ഥലമാണ് അല്ലേ? പിള്ളേർക്കും നമ്മൾ വരുമ്പോ എത്ര ആൾക്കാരാണ്? നമ്മൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പുജാന്റെ ഷവർ, വയലന്റ് പിക്കാച്ചു, ഏതാ? വെച്ചു കേസ് ഞങ്ങള് സൗകര്യമില്ലേ? ചൂട് കാലത്ത് വന്ന് കുതിർത്തിടാൻ അപ്പൊ ഇന്നത്തെ പരിപാടി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പോണേ? കുഞ്ഞോള് പികാച്ചു എവിടേക്ക് പോണെന്ന് അത് പറഞ്ഞു. ഇനി എങ്ങനെ പോണേ? ഇന്നപ്പോ നമ്മൾ തൊട്ടടുത്തുള്ള അല്ലെ പാലപ്പള്ളി, നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു പാലപ്പള്ളിയില് ചെറിയൊരു പുഴയുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലെ? കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്നത്. ആ പുഴയ്ക്ക് പോകാനുള്ള പരിപാടിയാണ് എല്ലാവരും അല്ലെ? ഉച്ചയായിട്ട് ഇപ്പൊ നല്ല വെയില്, സെറ്റപ്പ് കാര്യങ്ങൾ, നല്ല ചൂടല്ലേ? അപ്പൊ കുറച്ചു നേരം വെള്ളത്തിൽ കളിക്കാൻ ഒരു അപകടങ്ങളൊന്നും ഇല്ലാത്ത ചെറിയ കുട്ടികൾക്കൊക്കെ ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു കേട്ടത് പോയവരൊക്കെ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ പരിപാടികളൊക്കെ എന്തിട്ടൊക്കെ ഒന്ന് കാണാം അല്ലേ കുഞ്ഞുങ്ങളാ? എല്ലാരും കാട്ടി കൊടുക്കാം. ആ ഓക്കെ ഓക്കെ. ിയോടൊക്കെ പറയും നമ്മളെ ഷോർട്സ് കണ്ടോളൂന്ന്. ഞങ്ങളെ വീഡിയോയും കണ്ടോളൂ. അമ്മയൊക്കെ കേറി ഗൈസ്. കണ്ട് പറയുന്നുണ്ട് ഗൈസ്. ഉറങ്ങിട്ടില്ലേ? അഭിനയിക്കാൻ പീക്കനെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുള്ളൂ അല്ലേ? നമ്മള് വയനന്തരപ്പള്ളി എത്തിയിരിക്കുന്നു. ലൗസ് എന്ന് പറയണേ വെറുതെ ഒരു ഗെയ്സ് മാറ്റി നമുക്ക് ലൗസ് ആകാനാ. അമ്മ എങ്ങനെ ഇറങ്ങിയെന്ന് കുശുമ്പ് വന്നിട്ടാ? അമ്മ കുശുമ്പ് വന്നിട്ട് ഇറങ്ങിനാണ് പീക്കാച്ചു പറയണട്ടാ. എന്റെ വീക്ക് കുശുമ്പ് പാടുണ്ടല്ലോ. പാടുന്ന പീക്കാച്ചു പാടുന്നുണ്ടാ പാട്ട്? വണ്ടിയില് പാട്ട് എന്തായാലും നമുക്ക് സെറ്റ് കേടായിരിക്കല്ലോ. അപ്പൊ പിള്ളേര് പാടുന്ന തൃശ്ശൂർ പൂരത്തിന് പോയി പഠിച്ചതാ. പീക്കാച്ചിന്റെ കാണിച്ചു കൊടുത്തേ. പീക്കാച്ചിന്റെ കാണിച്ചു കൊടുത്ത ടാച്ചു ടാച്ചു അതെ കണ്ട ഗൈസ്. കണ്ണന്റെ മയിൽപ്പീലിട്ടോ റൊണാൾഡോ എന്നല്ല, മെസ്സി ഫാൻ. ഓർക്ക പറഞ്ഞേ കേക്കല്ലേ? വയനന്തരപ്പള്ളി പൗണ്ട്. കുഞ്ഞോളം ചേർന്ന് കുഞ്ഞോളാരാന്ന്? പീക്കാച്ചു ഡാൻസ് കളിക്കോ? കളിച്ചേ
അപ്പൊ ഞങ്ങൾ വേലുപ്പാടം പള്ളിയുടെ അടുത്ത് എത്താറായില്ലേ. പോണ വഴിയിലാണ് വേലുപ്പാടം. വേലുപ്പാടം പള്ളി എന്ന് പറയുമ്പോ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള പള്ളിയാണ്. ഇത് ഇവിടുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലായിട്ടേ ഈ മുളം കണ്ട അപ്പൊ മുളങ്കാടുകള് കുഞ്ഞുങ്ങള് കണ്ട കുറച്ച് കഴിയുമ്പോ മുളങ്കാട് ഇത് ഈ പള്ളിയപ്പോ ഈ പള്ളി വേലുപ്പാടം പള്ളി കണ്ട മുളങ്കാട് തുടങ്ങാണ്. പാലപ്പള്ളി നീ പറഞ്ഞ മെയിൻ സ്ഥലം പാലപ്പള്ളി. പാലപ്പള്ളി കഴിഞ്ഞിട്ട് ചിമ്മി ഡാം. ഈ ചിമ്മി ഡാമിന്റെ ഇടയിലാണ് ഈ പറഞ്ഞ സ്ഥലം. ചിമ്മി ഡാമിക്ക് നമുക്ക് പോവാൻ പിന്നെ രസം പോകും. കാരണം ചിമ്മി ഡാമിൽ ഇപ്പൊ വെള്ളമൊക്കെ ഇല്ലാണ്ട് ഒരു രസം ഉണ്ടാവില്ല അല്ലെ. ഡാമിലേക്കൊക്കെ എപ്പോഴും പോകുമ്പോ നമ്മള് നല്ല വെള്ളമൊക്കെ ഉള്ള ആ സമയത്ത് മഴക്കാലത്തേക്ക് പോയാലേ നല്ല രസം ഉണ്ടാവും അല്ലെ. നിറഞ്ഞു നിക്കണം. പറയണ്ടല്ലോ പറയണേ അങ്ങോട്ട് നോക്കൂ. നോക്കിയാ അവിടെ ആന ചിഹ്നം വെച്ചോ. നോക്കിയാ ആന സൂക്ഷിക്കാൻ ആ റോട്ടിക്ക് നോക്കൂ. അങ്ങോട്ട് നോക്കൂ. അത് കാട്ടി ഇവിടെ ആന ഇറങ്ങാൻ സാധ്യതയുണ്ട്. ആന ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് ഇനി വരുന്നത്. അയ്യോ കുഞ്ഞോളെ പീക്ക ചിലപ്പോ ആനനെ കാണും നമ്മള്. ആനന്റെ പേടിയാ ചിലപ്പോ ആനകളെ അങ്ങനെ അത്ര പേര് ഇവിടെ ആദ്യം അച്ഛനൊന്നും വണ്ടി ഓടിക്കുമ്പോ ആനകളൊന്നും ഉണ്ടായിരുന്നില്ലേ. അച്ഛൻ ബസ് എടുക്കുമ്പോഴേ ഈ റൂട്ടിലായിരുന്നേ കുറച്ചാള്. അപ്പൊ ഇതില് അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. ഇപ്പൊ പക്ഷെ ഇപ്പൊ 2 കൊല്ലമായിട്ടുണ്ടല്ലേ ആനകൾ ഇടക്കിട്ട് ഈ റൂട്ടില് ഇറങ്ങി നിക്കണെന്ന് പറയാറുണ്ട് ആൾക്കാർ. ഇടക്കിട്ട് വാർത്തകൾ കാണാറുണ്ട്. റബ്ബറും കാട്ടത്തിലും ഒക്കെ റബ്ബറും കാട്ടിലൊക്കെ ഒരു ആനകൾ പെട്ടെന്ന് വരും. വെള്ളം അല്ലേ അമ്മ വേനൽക്കാലത്തിന്റെ ആ ടൈം ആവുമ്പളേ വെള്ളം നോക്കി വരുന്നതാണ്. പശുക്കള് കണ്ട പശുക്കള് അവിടെ കണ്ട അപ്പൊ നിക്കണ് കണ്ടില്ലേ. എനിക്ക് കാട്ടി കൊടുത്തോണ്ടാ പശുക്കളെ ഇവിടെ കയറൂയിട്ടേ കുഞ്ഞോള്. നമ്മുടെ ഒക്കെ അവിടെ പശുക്കളെ ഇങ്ങനെ കെട്ടിയിടില്ലേ പറമ്പില്. ഇവിടെ അങ്ങനെ കെട്ടിയിടൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ കയറൂരിട്ട് ഞങ്ങള് വിടും. വൈകുന്നേരം മാറ്റങ്ങൾ തന്നെ ചെല്ലും വീട്ടിൽ ചെല്ലും. എങ്ങനെയാന്നുള്ളത് വീണ്ടും അവര് പോവും. പശുക്കള് മേയ്ക്കാൻ നടക്കണ മാതിരി അവരിങ്ങനെ മേഞ്ഞ് നടന്ന് വയറ് നിറച്ച് പുല്ല് തിന്ന് ഒരു വെള്ളം താഴ്യുമ്പോ വീണ്ടും അവരുടെ ആ വീട്ടുള്ളിലേക്ക്, അതായത് ഈ പാടികളിലാണ് അവരുടെ വീട്. ഈ റബ്ബർ എസ്റ്റേറ്റിന്റെ വക വീടുകൾ. പാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടുകൾ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചുള്ള വീടുകളുണ്ടാവും. വേറെവരല്ല ഒരു കെട്ടിടത്തിൽ തന്നെ ഇങ്ങനെ കുറെ വീടുകൾ പാടികൾ അതൊക്കെയാണ് പാടികളില് അവര് വന്ന് വെള്ളം കുടിച്ച് പാടികള് വരുന്ന സെന്റർ എന്ന് പറയുന്നത് പാലപ്പള്ളി സെന്റർ കേട്ടാ. ചാണത്തിന് ചാണത്തിന് വേണം. ഈ പശുക്കളുടെയാണ് ഇതേട്ടാ. ഇത് പാലപ്പള്ളി സെന്റർ. പാലപ്പള്ളി സെന്റർ എന്ന് പറഞ്ഞിട്ട് ഇനി ഈ സ്ഥലം പാലപ്പള്ളി സെന്റർ ഇല്ലേ. അപ്പൊ പാലപ്പള്ളി സെന്ററിൽ നിന്ന് നേരെ പോണത് മൈസൂർ എന്ന് പറഞ്ഞ സ്ഥലം. ആ മൈസൂരല്ല ശരിക്കും വേണ്ട. നേരെ വഴി കാണിച്ച ആ വഴി കണ്ട ആ വഴി മൈസൂര് പോവാ. മൈസൂർ എന്ന് പറഞ്ഞൊരു ചെറിയ സ്ഥലം ഇവിടെ. അവിടേക്കാണ് ഈ പാലപ്പള്ളിക്ക് പോണ ബസ്സുകളൊക്കെ അവിടെ തിരിക്കുന്നത്. അവിടെ തിരിക്കും. മനസ്സിലായ? ഇവിടുന്ന് ഈ റൂട്ട് ചിമ്മി ഡാം റൂട്ട് കണ്ട. ഇനി ഇവിടുന്ന് ഫുള്ളും ശരിക്കും ഫോറസ്റ്റ് ഏരിയയാണ് കേട്ടാ. ഈ ഭാഗം ഫുള്ള് അതിന്റെ അപ്പുറത്തേക്ക് ഫോറസ്റ്റ് ഏരിയ. അതിന് ഇപ്പുറത്ത് റബ്ബർ നിക്കുന്നില്ലേ. റബ്ബർ നിക്കുന്നൊക്കെ ഇത് റബ്ബറിന്റെ ചെറിയ മരങ്ങളാണ്. അതല്ല 2 കൊല്ലം അതിന്റെ ഇത്രക്ക് വളരുള്ളൂ. ഈ വളർന്ന് വലുതായിട്ട് വേണം അത് റബ്ബറും പാലെടുക്കാം. മഴക്കാരുണ്ടല്ലേ. മഴക്കാരാണോ മഞ്ഞാണോ എന്തിട്ട് സെറ്റ് മഴ പെയ്യണ്ട. ഇനിയിപ്പോ അവിടെ 2-3 വലിയ പാറൊക്കെ ഉണ്ട്. വീഡിയോയില് കാണാൻ പറ്റില്ലേ. പക്ഷെ ഇതിങ്ങനെ നിക്കണില്ലേ.
മഴയും വെള്ളം കൂടി ആകുമ്പോൾ അടിപൊളിയാവും. നല്ലൊരു വലിയൊരു മരം. നമ്മുടെ സ്ഥലത്തി പറഞ്ഞോളൂ. ഇതാണ് നമ്മളെ സ്ഥലം. അടിപൊളി സ്ഥലമാണ് അല്ലേ? പിള്ളേർക്കൊക്കെ കുളിക്കാൻ പറ്റിയ സ്ഥലം. പക്ഷേ മഴയായി ഗെയ്സ്. കുഞ്ഞോള് ഇവിടെ അധികം താഴ്ചയില്ലേ വെള്ളത്തിലേ, എല്ലാവർക്കും നീന്തി അടിപൊളിയായിട്ട് കുളിക്കാം. ഇതേപ്പോൾ നമ്മൾ മഴയൊക്കെ മാറിയിട്ട് ഇത് ഇറങ്ങിയിട്ട് പുറത്തേക്ക് ഒരുപാട് ആൾക്കാരായി. നമ്മൾ വരുമ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഒരുപാട് പീക്കാച്ച് കുഞ്ഞോള് എല്ലാവരും ഞങ്ങളുടെ ഇറങ്ങി. നമ്മളിതിപ്പോൾ മഴ മാറിയപ്പോൾ ഫോണും ക്യാമറയൊക്കെ എടുക്കാൻ വന്നു. ഇപ്പം ഞങ്ങളുടെ ഇറങ്ങാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു 4-5 വണ്ടികളിൽ വന്നിട്ടുണ്ട്. അത്രയും സൂപ്പറായിട്ട് ഉള്ള സംഭവമാണ്. നോക്കി നോക്കാം. കുഞ്ഞോളെ പീക്ക കുഞ്ഞോള് ഓക്കെ ദേ പോയി ഫുള്ള് ആൾക്കാരായി. പീക്ക തലയിലൊക്കെ വെള്ളം ഒഴിച്ചാ ആ അങ്ങോട്ട് ഇങ്ങനെ നീന്തി പോവാ ചേട്ടൻ. അപ്പു തെറ്റായില്ല അവിടെ. ഓ പീക്കച്ചു പീക്ക എങ്ങനെയുണ്ട് സൂപ്പറാണോ? വെള്ളട്ടായ 10 മിനിറ്റ് കുഞ്ഞോട് തന്നെ പോണ്ട തന്നെ ഒഴുക്കിൽ പോണ്ട. അപ്പോ അങ്ങോട്ട് വെള്ളം കയറും. അങ്ങോട്ട് കയറിയപ്പോ വെള്ളം കുഞ്ഞോളെ അതിന്റെ സ്ഥലം അതിനുണ്ട്. കുഞ്ഞോളെ തലയിൽ പറയ കേസ് എന്താണ് കേസ് നിങ്ങൾ ഉണ്ടാണ്ടിരിക്കും കേസ്. അയ്യോ എന്റെ മൂട് നീ എന്താ ഇങ്ങനെ അങ്ങോട്ട് പോവാ? നീന്താൻ പോവാൻ പറ്റില്ലല്ലോ. നമ്മൾ വരുമ്പോ എത്ര ആൾക്കാരാണ്? നമ്മൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ? വേറെ 2 വണ്ടിക്കാരല്ലേ? ഇപ്പൊ എത്ര വണ്ടിയാ നോക്കിയാ? ഫുള്ള് വണ്ടികളല്ലേ? ഫുള്ള് സെറ്റപ്പ് ആൾക്കാർ, ഫുള്ള് ആൾക്കാർ. ഭയങ്കര ആൾക്കാരായി. കുഞ്ഞോളെ ഇത് വാ എന്തെങ്കിലും പറയ്. ടീ കുട്ടി എങ്ങനെയാണ്? എന്നിട്ട് താളി കൊണ്ടുന്നില്ലേ അപ്പൊ കേസ് നിങ്ങള്? എടാ കുഞ്ഞോളെ എങ്ങോട്ട് വന്നാ പറയ കേസ് നിങ്ങള്? സ്ഥലമുണ്ട്, അടിപൊളി സ്ഥലം. അധികം വെള്ളമില്ലേ അല്ലേ കുട്ടിയെ? എത്ര വെള്ളം അപ്പത്തി നിന്ന് കാണിച്ചു കൊടുത്തയ്യേ? വെള്ളം തെറിപ്പിക്കും. അത്ര ഉള്ളൂല്ലേ വെള്ളം? കുഞ്ഞോളെ എത്രയ്ക്കുണ്ട് വെള്ളം? കൊറേണ്ട? കുറച്ചല്ലേ ഉള്ളൂ? അല്ല പീക്കൊന്നും പറയണില്ലല്ലോ. പീക്ക വെള്ളം ഇഷ്ടായ?
ആതിരപ്പള്ളി അല്ല, പാലപ്പള്ളി. ഓഹോ, ചിമ്മി ഡാമിന്റെ അടുത്ത്. തണവുണ്ടാ? ആ, അപ്പുന് ഷവറ് അപ്പുജാന്റെ ഷവറ്. എവിടെ തിന്നാൻ വേണ്ടിട്ടാണ് അവിടെ അക്കിമോണ്ടി കിടക്കണത്. കല്ല് നിറച്ച് കല്ല അത് കാണിച്ചോണ്ട് വയലന്റ് പിക്കാച്ചു. അതിന്റെ കല്ല് എങ്ങനെയുണ്ട്? എങ്ങനത്തെയാ? ആ, ഇതിന്റെ അടിയിൽ നിറച്ച് കല്ലാന്ന് പറയും. കുഞ്ഞോളെക്കാളും വലിയ കല്ല് കിട്ടി ചേട്ടൻ. അപ്പൊ വേറെ അപ്പുട്ടി ഐസ്ക്രീം. ആ, അമ്മാമിക്ക് കൊടുക്കും. അമ്മാമിക്ക് ചോക്കോബാർ. അപ്പുട്ടിക്ക് ഇത് പിടിച്ചേ. വാ നീ വെള്ളത്തിൽ വെച്ചിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. അച്ഛത് പിടിക്കാം. എന്തായോ ഈ 3 എണ്ണതായി. ഓ, ആഹാ, ഐസ്ക്രീം കൊണ്ടിട്ട് അമ്മ പോരാട്ടാ. ഐസ്ക്രീം പോയിട്ടാ. കുഞ്ഞോളെ വേണ്ടേ? ഏതാ പീക്കിനേതാ? ഏതാ? ചോക്കോബാറാ? ചോക്കോബാർ ഇല്ലടി. വെള്ളത്തിൽ മുക്കിട്ടാണോ കഴിക്കണേ? എന്നേ അതൊന്നോ എന്നാ ഇല്ലുണ്ടെന്ന് പറ്റിക്കലല്ല, കുഞ്ഞോൾക്കല്ല അമ്മയ്ക്ക്. എന്നറിയതാ എന്നാ അത് അതിന്റെ പകുതി മതി. കുഞ്ഞോൾക്ക് ഇത് വേണ? എന്നാ കുഞ്ഞോളെ മീൻ പിടിക്കാൻ പോയിട്ട് എന്തായി? ആര് കല്ല് കുലുക്ക്? അച്ഛന്. ഓ, അച്ഛനൊരു കുറച്ച് ഐസ്ക്രീം തന്നെ. അത് മതി. ചെക്കനെ കഴിച്ചു കഴിഞ്ഞാ? രണ്ട് മണിക്കൂറായ ചീനി എന്ന് പറഞ്ഞ സ്ഥലം. ചീനീറ്റാ അപ്പുട്ടി അങ്ങനെയല്ല പറഞ്ഞ? ചീനിപ്പാലം. ആ, അങ്ങനെ പറഞ്ഞ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വെള്ളമില്ലാത്ത കാരണം നമുക്ക് കുട്ടികളെ ധൈര്യമായിട്ട് കളിപ്പിക്കുക അല്ലേ? താഴ്ചയില്ലാത്ത കാരണം. താഴ്ചയില്ലാത്ത ബസ്. ആ, തൃശ്ശൂരിൽ നിന്ന് പോണ ബസ്. ചിമ്മി ഡാം ബസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങാം ചീനിയിൽ. ഇനി ഇങ്ങോട്ട് തിരിച്ചു വരും, കുറച്ചറിയുമ്പോൾ തിരിച്ചു വരും. ആ, കുഞ്ഞോളെ എന്നിട്ട് ഉണ്ടാക്കണേ? ചേട്ടൻ കൊണ്ടുണ്ട്. Ada.
എത്ര വരെ വയ്ക്കാൻ പറ്റും നോക്കാം. അതെ, പീക്കനും കുഞ്ഞോളും. അല്ല, അമ്മയും പീക്കനും, ചേട്ടനും കുഞ്ഞോളും. അപ്പൊ കുഞ്ഞോളും ഉണ്ടാക്കി തുടങ്ങി. ഒരു 3 പീക്കന്റെ എത്ര എണ്ണായി? വയ്ക്കൂ. ചെക്ക അത് പരന്നതല്ല. അതല്ല, അത് അമ്മ കൊണ്ടുവരും. രണ്ടാമത്തെ കല്ല് ഭയങ്കര ഇതാണ്. ഇപ്പോ ഏറ്റവും മുകളിൽ വെക്കിയ ഒരു പരന്ന കല്ലുണ്ട്. അപ്പോ എന്നാ മേലക്കട്ടെ. ഏറ്റവും താഴെ വയ്ക്കാനുള്ളത് ഇവിടെ ഈ 3 തന്നെ വെച്ചിട്ടായിട്ടുള്ളൂ. ഇവരുടെ ഏറ്റവും മുകളിൽ വെക്കാൻ അപ്പൊ ഒരു പരപ്പം തന്നെ. ഓ, അതെങ്ങനെ ഗൈസ് പറ്റിയത്? ഓ ആ ഓ, വേറെ എടുത്തിട്ടില്ലേ? അത് അങ്ങനെ പറ്റിക്കില്ലേ? ഇവരെത്ര എണ്ണായി? 6 വെച്ചു ഗൈസ് ഞങ്ങള്. നോക്കറ കുഞ്ഞോളെ. ഓ, അത് പീക്കന്റെ പോലത്തെ കൊടുത്ത മുകളില് പീക്കനാണോ അത് വെച്ചേ? ആ, ഇവിടെ ഇത് പൊളിഞ്ഞു. ഒരു രക്ഷയില്ലേ? അല്ല, അതിലെ ഈ മറ്റേ സ്കൂൾ അവധിക്കേ കുട്ടികളെ കൊണ്ടുവരാൻ പറ്റിയ അടിപൊളി സ്ഥലമല്ലേ ഇത്? എന്ന് വെച്ച് കഴിഞ്ഞാ വെള്ളത്തിൽ അതിന് താഴ്ചയില്ല അല്ലേ? അത്യാവശ്യത്തിന് നമുക്ക് ഒഴുകി പോവാൻ പറ്റും. സേഫ്റ്റി ഉണ്ട് കുറച്ച് മറ്റുള്ളേക്കാളും. അപ്പൊ അതിരിപ്പുള്ളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മള് വെള്ളച്ചാട്ടത്തിൽ കുറച്ച് ഇങ്ങോട്ട് ഒഴുകി പോയി കഴിഞ്ഞാൽ കുറച്ച് പേടി നമുക്ക് അല്ലേ? താഴ്ത്തി പോയി പിന്നെ എപ്പോഴും ഇങ്ങനെ ചാട്ടായിട്ട് അങ്ങനെ ഒരു പാറയുടെ മുകളിൽ നിന്ന് ഒരു പാറയുടെ മുകളിൽ ഇങ്ങനെ വെള്ളം വീണ സെറ്റപ്പ് അല്ലേ? അപ്പൊ കുറച്ച് സേഫ്റ്റി കുറവ് ഇവിടെ. അങ്ങനെ പീക്ക അങ്ങോട്ട് നോക്കിയടാ. അപ്പൊ അങ്ങനത്തെ ഒരു സെറ്റപ്പിലുള്ള ഒരു സ്ഥലമാണ്. കുറെ ആൾക്കാർ വരുന്നുണ്ട്. നമ്മൾ വന്നപ്പോ ഒരു മഴയും കിട്ടി. പിന്നെ നമ്മൾ മാത്രമേ ഉണ്ടായുള്ളൂ അല്ലേ? ഇപ്പതേ ഇത്ര ഒരു ടീം കൂടി ഉണ്ടായിരുന്നു. അവര് പോവുകയും ചെയ്തു. അപ്പതേ എല്ലാവരും വരിക അല്ലേ? മറ്റാവുന്ന കുട്ടികൾ 0 ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. ഏറ്റവും മെയിൻ കാര്യം ഇവിടേക്ക് വരേണ്ട ഒരു ബസ് കൂലി മാത്രം, അല്ലെങ്കിൽ ഒരു പെട്രോൾ കാശ് അല്ലേ? 0 ബഡ്ജറ്റിന് ഈ വേനലവധി ആഘോഷിക്കാൻ കുട്ടികളെയും കൊണ്ട് സേഫ്റ്റി ആയിട്ടുള്ള ഒരു സ്ഥലം. പിന്നെ നമ്മളിവിടെ ഐസ്ക്രീം ആവശ്യം അതെ, വെള്ളമൊന്നും വെള്ളം അവിടെ ഐസ്ക്രീം വെള്ളമൊക്കെ നമ്മൾ തന്നെ കൊണ്ടുവരും. അതെ, വെള്ളമൊക്കെ സൗകര്യം ഇല്ലേ? അതെ, അതൊക്കെ ഇപ്പൊ വണ്ടിയിലിരുന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ പറ്റുള്ളൂ മാറാനായിട്ട് അല്ലേ? വണ്ടി കാറൊക്കെ ആണെങ്കിൽ അതിലിരുന്ന് മാറാം. അങ്ങനത്തെ ഒരു സംഭവം. അതേ, നമ്മളിത് ഇത്ര നാളായിട്ട് ഇത് ഒന്നും കണ്ടിട്ടില്ല അല്ലേ? നല്ല ഇഷ്ടത്തിൽ കളിക്കാതെ കുഞ്ഞോളെ കാണിച്ചു നോക്കിയേ. അവര് കണ്ട ഇഷ്ടത്തിൽ കളിക്കുക. ഒരു ഒഴുകി പോകുന്നോ ഒഴുകി വെള്ളത്തിലേക്ക് വലിയ വെള്ളത്തിലേക്ക് പോകുന്ന അങ്ങനെ പേടിയൊന്നും ഇല്ല. ഈ കാറ്റ് വരെ ഉല്ലസിച്ച് കളിക്കാനെ. കല്ലെറിയലോടെ പ്രത്യേകത നിറച്ചുള്ള കല്ലുകളാണ് ഇതിന്റെ ഉള്ളില്. കണ്ടാ, ഇങ്ങനത്തെ നല്ല നല്ല കൊറേ കല്ലുകളുണ്ട്. അതുകൊണ്ട് നമുക്ക് എറിഞ്ഞ് കളിക്കോ. അത് കഴിഞ്ഞ ആലോചിക്കാൻ എടുക്കാം. അതെ, പിന്നെ മറ്റേ ഇതൊന്നും നമ്മൾ ആദ്യം കണ്ടിട്ടില്ല അല്ലേ? വെള്ളം കയറി അല്ലേ? മുത്തങ്ങല്. ഓ ചൂടാ. അതില്ലേ ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അല്ല, ഈ അടുത്ത സ്ഥലങ്ങളാണ്.
ഇത് ഇത്ര പൈസ കുറവിന് നമുക്ക് വരാൻ പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് അല്ലേ? അത് ഇത് മറ്റേ പുള്ളി പറയും ഏതാ സഞ്ചാരത്തിന്റെ ആര് സന്തോഷം. ആ പുള്ളി പറയും. ആ ശരി പുള്ളി പറയുന്ന കേട്ടിട്ടുണ്ടാ? നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത പാടത്തുള്ള ഒരു പാടത്തിന്റെ നടുവിലുള്ള ഒരു കുളം പോലും കണ്ടിട്ടില്ലേ? ആ കുളത്തിലുള്ള ഒരു താമര വിരിയുന്നത് അതുപോലും നിങ്ങൾക്ക് അറിയില്ല എന്താന്നുള്ളത്. അതുപോലും പോയി കണ്ടിട്ടില്ല. ആ പിന്നെയാണ് നമ്മൾ എന്നിട്ട് ഫ്ലവർ ഷോ കാണാൻ ഊട്ടിക്ക് പോണത് ഇത്ര കാശ് മുടക്കിട്ട്. ആ ആമ്പല് വിരിയുന്നോ അല്ലെങ്കിൽ താമര വിരിയുന്നോ കുളത്തിനടുക്ക ഉള്ളത് നമ്മൾ കാണാണ്ട് കാശ് മുടക്കി ഊട്ടി പോയി ഫ്ലവർ ഷോ കൊണ്ട് വലിയ ആളായിട്ട് വരും. അപ്പോൾ നമ്മൾ ചുറ്റുള്ളത് നമ്മൾ സീറോ ബഡ്ജറ്റ് ആയാലും ലോ ബഡ്ജറ്റിൽ പോകാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്ന് ആൾ പറയാറുണ്ട്. അതെ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഇങ്ങനത്തെ സ്ഥലങ്ങൾ തന്നെ അല്ലേ? ഈ സ്ഥലങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കുക, അടിപൊളിയായിട്ട് ആസ്വദിക്കുക. ആയിട്ട് ഞങ്ങൾ സ്ഥലം പറഞ്ഞുതരാം അല്ലേ? ചീനിയല്ലേ പറഞ്ഞേ? ചീനി. അതായത് നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂർ നേരെ ചിമ്മിടാം. ആമ്പല്ലൂരിൽ നിന്ന് നമുക്ക് തൃശ്ശൂരിൽ നിന്ന് നേരെ ചിമ്മിടാമോ വണ്ടിയിൽ കയറിയാൽ മതിയിട്ടാ. ചിമ്മിടാമോ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ആമ്പല്ലൂരിൽ നിന്ന് പിന്നെ ഇപ്പോൾ ഹൈവേ നിന്ന് വരികയാണെങ്കിൽ കാറിൽ വരികയാണെങ്കിൽ ആമ്പല്ലൂർ സീനിൽ നിന്ന് ചിമ്മിടാമോ റൂട്ടിക്ക് വരിക. അവിടെ നിന്ന് വരന്തരപ്പള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാലപ്പള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ എച്ചിപ്പാറ എത്രയും മുന്നിൽ ചീനി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. വരുമ്പോൾ തന്നെ കാണാം എനിക്ക് അല്ലേ? ഒരുപാട് വണ്ടികളൊക്കെ ഇട്ടിരിക്കുന്നത് കാണാം. പാലപ്പള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ ഒക്കെ റബ്ബർ എസ്റ്റേറ്റ് ആണ് കേട്ടോ. ഫുള്ളും അപ്പുറത്തൊക്കെ റബ്ബർ എസ്റ്റേറ്റ് ആണ്. അങ്ങനെ പിന്നെ ആനകൾ വന്ന് വെള്ളം കുടിക്കാനാന്ന് പറഞ്ഞ വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് വരുന്ന വഴിക്കൊക്കെ ആനകളൊക്കെ ഇറങ്ങാറുണ്ട്. അത് എപ്പോഴൊന്നും ഇല്ല, രാത്രി കാലങ്ങളിലും അങ്ങനെയൊക്കെയാണ്. അപ്പോ പോയിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ കുട്ടികളെ കൊണ്ട് നമുക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലമാണ്. കണ്ടില്ലേ? നന്നായിട്ട് നമുക്ക് ഇവിടെ കളിക്കാം, ഉല്ലസിക്കാം, കുഞ്ഞോളൊക്കെ അപ്പൊക്കെ കണ്ടാത്ത പോലെ നമുക്ക് ഇവിടെ ആഘോഷിച്ച് മറക്കാം. ഒരു ഇതുമില്ല. ഇവിടെ അതിരപ്പള്ളിയിലൊക്കെ ആണെങ്കിൽ കയറി പോവാൻ പറഞ്ഞിട്ട് പറഞ്ഞ ആൾക്കാർ ഓടിയിടും. ഇവിടെ മതിയാവും, അങ്ങോട്ട് കയറി പോയാ മതി. നമുക്ക് ഇഷ്ടാവുമ്പോ പേടിയാവും. അപ്പൊ നമ്മള് കയറി പോവാ. അതൊരു കൺട്രോൾ ഇല്ല ഇവിടെ. ഇഷ്ടം പോലെ നമുക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്ത് അങ്ങോട്ട് മതിയാവണം വരെ പോവാ. രാവിലെ തൊട്ട് വേണമെങ്കിൽ വരുന്നവർക്ക് ഇവിടെ പിന്നെ അധികം വെയിലൊന്നും ഇല്ല. 2 സൈഡ് റബ്ബറിൻ്റെതായി കാരണം. അപ്പൊ അങ്ങനെ നേരത്തെ വന്ന് കൊറേ നേരം കിടക്കണവർക്ക് ഈ ചൂട് കാലത്ത് വന്ന് കുതിർത്തിടാൻ. അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് അടിക്കുക അല്ലേ? ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചെറിയ സ്ഥലങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്താം അല്ലേ? സപ്പോർട്ട് ചെയ്യാൻ പറയും. നമ്മുടെ സന്തോഷങ്ങള് ഞങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നു അല്ലേ? നിങ്ങളുടെ സന്തോഷങ്ങൾ ഞങ്ങൾക്ക് ലവായിട്ട് തിരിച്ചു തരാം. ലൈക്ക് കമന്റ് ഒക്കെ ആയിട്ട് കുഞ്ഞോള് പറയണെങ്കിൽ ലവായിട്ട്. അമ്മേ അവിടെ ഇരിക്കണ്ടേ? അമ്മ നീ വെള്ളത്തിക്ക് ഇറങ്ങിയിട്ടൊന്നുമില്ല, എന്നാലും ഇരിക്കുന്നുണ്ട്. ശരി, അപ്പൊ ഞങ്ങളപ്പോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് ഇനി പതുക്കെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് അല്ലേ? അപ്പൊ ഏകദേശം സമയം 6 മണി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പതുക്കെ പോവാം. ഇവിടെ അതിന് അറിയില്ലേ, പെട്ടെന്ന് ഇരുട്ടാവുന്ന നമ്മൾ സമയം നോക്കുമ്പോഴാണ് ഇത്ര സമയമായോ എന്ന് അറിയുള്ളൂ. ചേക്കാ നോക്കിയാ എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ടാ പറയും, എല്ലാവരോടും പറയും ഇവിടെ. അത് പറയട ബീക്ക. നല്ല സൂപ്പറായി വെള്ളത്തിൽ അപ്പൊ നമുക്ക് പതുക്കെ ഇനി വീട്ടിൽ പോവാം അല്ലേ? അപ്പൊ എല്ലാവരോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞോളൂ. വേണമെന്ന് ഇപ്പൊ നമുക്ക് സ്ഥലമൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞോളാം കേട്ടോ. നമ്മുടെ ചാനൽ കണ്ടിട്ട് ലൈക്ക് അതൊക്കെ പറയും. വെക്കേഷനായിട്ട് എല്ലാവരും ഈ സ്ഥലത്ത് വന്ന് എൻജോയ് ചെയ്തോളൂ. ശരി, അപ്പൊ എല്ലാവരും പറയടാ. കുഞ്ഞോള് ചെക്കൻ